എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഷ്ടതയുടെ പാഠങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നാം ധ്യാനിക്കുവാനും പഠിക്കുവാനുമായിട്ട് ഒരുമിച്ച് കൂടി വന്നിരിക്കുകയാണ്. ഇന്ന് ലോകത്ത് ജനിച്ചതിൽ വെച്ച് ഏറ്റവും മറ്റേത് വ്യക്തിയെക്കാളും മറ്റേത് മനുഷ്യനേക്കാളും നമുക്ക് ഏറ്റവും അധികം മനസ്സിലാക്കുവാൻ തക്കവണ്ണം ലോകത്ത് ദൈവം നൽകിയ ഒരു പേര്, ദൈവത്തെ ലോകം നൽകിയ, ഈ ലോകത്തിൽ ദൈവം നൽകിയ ഒരേ ഒരു നാമം, ഒരേ ഒരു വ്യക്തി, അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. നാം ഇന്ന് കർത്താവായ യേശുവിൻ്റെ അനുഭവത്തെക്കുറിച്ച് നാം പഠിക്കുവാനും ധ്യാനിക്കുവാനുമായിട്ട് കടന്നു പോവുകയാണ്. കഷ്ടത ഈ ലോകത്ത് ഏറ്റവും അധികം അനുഭവിച്ച ഒരു വ്യക്തി അത് കർത്താവായ യേശു തന്നെയാണ് എന്ന് പറയുന്നതിൽ ഒരു സംശയവും ഈ ലോകത്ത് ബാക്കി ഉണ്ടാകിയില്ല. എല്ലാവരും ചോദിക്കുകയാണ്, ദൈവം സ്നേഹവാനാണ് എങ്കിൽ, ദൈവം സ്നേഹിക്കുവാൻ മാത്രം അറിയുന്നവനാണ് എങ്കിൽ എന്തുകൊണ്ട് ലോകത്ത് മനുഷ്യരൊക്കെയും കഷ്ടതകൾ അനുഭവിക്കുന്നു? എന്തുകൊണ്ട് ലോകത്ത് ഇന്ന് ജനങ്ങളൊക്കെയും കഷ്ടതകൾ സഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു? നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത് ഏറ്റവും മനോഹരമായിട്ട് കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിലൂടെ മാത്രമായിരിക്കും. മറ്റെല്ലാം ബാക്കിയാണ്, മറ്റെല്ലാം രണ്ടാമത് വരുന്നതായ കാര്യങ്ങളാണ്. എന്നാൽ യേശുവിനെ കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ, യേശുവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു എത്രത്തോളമാണ് നമുക്ക് വേണ്ടി കഷ്ടങ്ങളെ സഹിച്ചത്, എത്രത്തോളമാണ് നമുക്ക് വേണ്ടി പ്രയാസങ്ങളെ അനുഭവിച്ചത് എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അവൻ പാപം ചെയ്യുവാൻ തക്കവണ്ണം, അവനെ പാപം ചെയ്യിക്കുവാൻ തക്കവണ്ണം പിശാച് എത്രത്തോളം പരീക്ഷകളാണ് ഓരോ നിമിഷവും ഈ ഭൂമിയിൽ അവനെതിരായി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു പരീക്ഷയിലും വിജയിക്കുവാനായിട്ട് ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ അനുവദിക്കുന്നില്ല. മറിച്ച് വിജയശ്രീ ലാളിതനായി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിൽക്കുവാൻ തക്കവണ്ണം എന്നെയും നിങ്ങളെയും അന്ത്യകാലത്ത് ദൈവം വിളിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ അനുഭവം എന്തായിരുന്നു? യേശുവിൻ്റെ അനുഭവം എന്തായിരുന്നു? ഒരൊറ്റപ്പെടലിൻ്റെ അനുഭവം, ഒരു കഷ്ടതയുടെ അനുഭവം, മറ്റേതുമില്ലാതെ, മറ്റെങ്ങുമില്ലാത്തതായ ഒരു അനുഭവം കർത്താവായ യേശുവിനെ ക്രൂശിൽ അനുഭവിക്കേണ്ടതായി വന്നിരിക്കുകയാണ്. തൻ്റെ 3.5 വർഷക്കാല ശുശ്രൂഷയുടെ ഒടുവിൽ അവനെ പിടിക്കപ്പെട്ട് ക്രൂശിൽ തറച്ച് കൊല്ലുവാൻ തക്കവണ്ണം അവർ തീരുമാനമെടുക്കുകയാണ്. ക്രൂശിൽ കിടക്കുന്നതായ സമയത്ത് കർത്താവായ ദൈവം ഇന്നേ നിമിഷം വരെയും അനുഭവിച്ചതായ കഷ്ടങ്ങൾ വെച്ച് ഏറ്റവും പ്രയാസമേറിയ കഷ്ടങ്ങളിലൂടെ അവൻ നടന്നു പോവുകയായിരുന്നു. അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി ഒരുങ്ങുവാൻ കർത്താവായ ദൈവം ആ ഗെത്സമനെ അനുഭവത്തെ ഉപയോഗിക്കുകയാണ്. അവൻ്റെ വിയർപ്പ് തുള്ളികളൊക്കെയും രക്തത്തുള്ളികളായി അവിടെ വീഴുന്ന കാഴ്ച നമുക്ക് ഓരോരുത്തരും കാണുവാൻ തക്കവണ്ണം സാധിക്കും. വേദപുസ്തകം നമ്മൾ വായിക്കുകയാണ് എങ്കിൽ അവൻ തയ്യാറെടുക്കുകയായിരുന്നു. ലോകത്ത് ഒരു മനുഷ്യനും അനുഭവിച്ചിട്ടില്ലാത്ത, ഒരു മനുഷ്യനും കടന്നു പോയിട്ടില്ലാത്ത അതിശക്തമായ പരീക്ഷണങ്ങളിലൂടെ, അതിശക്തമായ ശോധനയിലൂടെ, അതിശക്തമായ പ്രയാസത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നടന്നു പോവുകയാണ്. മത്തായിയുടെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം നമുക്ക് ഏവർക്കും വായിക്കാം. അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെയെല്ലാം അവൻ്റെ നേരെ വരുത്തി. അവൻ്റെ വസ്ത്രം അഴിച്ചു, ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു, മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു. വലങ്കയിൽ ഒരു കോലും കൊടുത്തു അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പരിഹസിച്ച് പറഞ്ഞു. പിന്നെ അവൻ്റെ മേൽ തുപ്പി കോലെടുത്ത് അവൻ്റെ തലയിൽ അടിച്ചു, അവന് പരിഹസിച്ചു. വചനം പറയുകയാണ്, കർത്താവായ യേശുവിന് സഹിക്കുവാനുള്ള അപ്പുറമായ പരീക്ഷണങ്ങളിലൂടെ ഇവിടെ യേശു ക്രിസ്തു കടന്നു പോവുകയാണ്. മനുഷ്യരൊക്കെയും അവനെ തുപ്പുവാൻ തുടങ്ങി, മനുഷ്യരൊക്കെയും അവനെ പരിഹസിക്കുവാൻ തുടങ്ങി, അവനെ അടിക്കുവാൻ തുടങ്ങി, ഇടിക്കുവാൻ തുടങ്ങി, അവനെ കൊല്ലുവാൻ തക്കവണ്ണം എത്രത്തോളം ശോധനയിലൂടെ, എത്രത്തോളം കഷ്ടതയിലൂടെ ഇവിടെ കർത്താവായ യേശുവിനെ അവർ കടത്തിവിടുകയാണ്. അവിടെ ഒന്നും പതറാതെ തൻ്റെ പിതാവിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ പ്രാർത്ഥനയുടെ ശക്തിയോടുകൂടി യേശു ക്രിസ്തു നിൽക്കുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ മുഖത്ത് ആരെങ്കിലും ഒന്ന് തുപ്പിയാൽ നാം വെറുതെ ഇരിക്കുമോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ മുഖത്ത് ആരെങ്കിലും ഒന്ന് തുപ്പുകയോ ഒന്ന് അടിക്കുകയോ ചെയ്താൽ നാം വെറുതെ ഇരിക്കുമോ? ഒരിക്കലും നാം ആരും വെറുതെ ഇരിക്കുകയില്ല. ഇവിടെ കർത്താവായ യേശുവിൻ്റെ മുഖത്ത് അവർ തുപ്പിയപ്പോഴും, അവർ അടിച്ചപ്പോഴും, അവർ കോലുകൊണ്ട് കുത്തിയപ്പോഴും ഒന്നും അവൻ്റെതായ ആ പ്രത്യാശ മുറുകെ പിടിച്ചുകൊണ്ട് ക്ഷമയോടെ നമുക്ക് വേണ്ടി എല്ലാം സഹിക്കുന്ന കർത്താവായ യേശുവിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുകയാണ്. വീണ്ടും 27-ാം അധ്യായം മത്തായിയുടെ പുസ്തകം
39 മുതൽ നാം 44 വരെ വായിക്കുമ്പോൾ അവിടെ 3 പ്രാവശ്യം അതിശക്തമായ ഒരു പരീക്ഷയിലൂടെ കർത്താവായ യേശു കടന്നു പോവുകയാണ്. മത്തായിയുടെ പുസ്തകം 27 അധ്യായം 39 മുതൽ 44 വരെ. കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ നീ രക്ഷിക്കുക, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് നീ ഇറങ്ങി വാ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അവനെ പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. അവൻ ഇസ്രായേലിൻ്റെ രാജാവ് ആകുന്നു എങ്കിൽ ഇപ്പോൾ ക്രിസ്തു ക്രൂശിൽ നിന്നും ഇറങ്ങി വരട്ടെ. എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അവന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ. ഞാൻ ദൈവപുത്രൻ എന്നവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിലിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു. ഇവിടെ 3 പ്രാവശ്യം അതിശക്തമായ ഒരു പരീക്ഷയിലൂടെ കർത്താവായ യേശു കടന്നു പോകുന്നത് നമ്മൾ കാണുകയാണ്. അതിശക്തമായ ഒരു കഷ്ടതയിലൂടെ കർത്താവായ യേശു കടന്നു പോവുകയാണ്. എന്ത് പാഠമാണ് എനിക്കും നിങ്ങൾക്കും പഠിക്കുവാനായിട്ട്, എന്തു പാഠമാണ് എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കുവാനായിട്ട് ഈ ക്രിസ്തുവിൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്? ഇവിടെ വേദപുസ്തകത്തിൽ പറയുകയാണ്, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗാഡ്, നീ ദൈവത്തിൻ്റെ പുത്രൻ എങ്കിൽ. ആ എങ്കിൽ എന്ന വാക്യം നാം പ്രത്യേകമായി അടിയറയിടുക. എങ്കിൽ എന്ന ഭാഗം എന്ന വാക്ക് പല പ്രാവശ്യമായിട്ട് ഈ വാക്യങ്ങളിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. നീ ദൈവത്തിൻ്റെ പുത്രനെങ്കിൽ, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗാഡ്, നീ ദൈവത്തിൻ്റെ പുത്രനെങ്കിൽ, നീ ഇന്നാരുടെ മകനെങ്കിൽ, നീ ഇന്നാരുടെ മകളെങ്കിൽ, നീ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? അതിശക്തമായ പരീക്ഷയിലൂടെ കടന്നു പോവുകയാണ്. നാം ആകുന്നുവെങ്കിൽ, ഞാനോ നിങ്ങളോ ആണ് അവിടെയെങ്കിൽ, ഞാൻ ആ വ്യക്തിയുടെ പുത്രനാണെന്ന് തെളിയിക്കുവാനായിട്ട് നാം എന്തും ചെയ്യുവാൻ തക്കവണ്ണം ഒരുപക്ഷെ നാം ഇടയായി തീരും. ഇവിടെ പിശാച് കർത്താവായ യേശുവിനെ 3 വട്ടം പരീക്ഷിച്ചതായ സമയത്തും ഇതേ ചോദ്യം, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗാഡ്, നീ ദൈവത്തിൻ്റെ പുത്രനെങ്കിൽ, നീ മനുഷ്യപുത്രനെങ്കിൽ, നീ ഇത് ചെയ്യുക അത് ചെയ്യുക എന്ന പിശാചും യേശുവിനെ പറഞ്ഞ് പരീക്ഷിക്കുവാനായിട്ട് കടന്നു വന്നു. അതേ പിശാച്, അതേ പിശാച് കർത്താവായ യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് ക്രൂശിൽ മറ്റെങ്ങുമില്ലാത്ത വിധം കടന്നു വന്ന് അവനെ പരീക്ഷിക്കുകയാണ്. ഇഫ് യു ആർ ദ സൺ ഓഫ് ഗാഡ്, നീ ദൈവത്തിൻ്റെ പുത്രനെങ്കിൽ, നീ മനുഷ്യപുത്രനെങ്കിൽ, നീ ഇത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ യേശുവിനെ അവർ പരീക്ഷിക്കുകയാണ്. എത്ര ശക്തമായ ഒരു പരീക്ഷ, എത്ര അതികഠിനമായ ഒരു പരീക്ഷ. അവൻ്റെതായ വ്യക്തിത്വത്തെക്കുറിച്ച് അവർ വെല്ലുവിളിക്കുകയാണ്. നീ അങ്ങനെ ആകുന്നുവെങ്കിൽ, നീ അങ്ങനെ ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നുവല്ലോ, നീ അങ്ങനെയാണ് എങ്കിൽ നീ ഇപ്പോൾ തെളിയിക്കുക. നീ ഇപ്പോൾ തെളിയിച്ചാൽ ഞങ്ങൾ വിശ്വസിക്കാം. ഇപ്പോൾ നീ തെളിയിച്ചാൽ ഞങ്ങൾ നിന്നെ ആരാധിക്കാം. ഇപ്പോൾ നീ തെളിയിച്ചാൽ ഞങ്ങൾ നിന്നെ അംഗീകരിക്കാം എന്ന് ഇവർ പറയുമ്പോൾ, അത് തെളിയിക്കുവാനായിട്ട് എത്ര ശക്തമായ ഒരു പരീക്ഷയാണ് കർത്താവായ യേശു കടന്നു പോകുന്നത്. എത്ര ശക്തമായ പരീക്ഷയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നീ ദൈവപുത്രനെങ്കിൽ, നീ മനുഷ്യപുത്രനെങ്കിൽ, നീ ഇറങ്ങി വാ, നീ ഇത് ചെയ്യുക, നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പല പ്രാവശ്യം പല രീതിയിൽ പറഞ്ഞുകൊണ്ട് കർത്താവായ യേശുവിനെ ഇവിടെ പിശാച് പരീക്ഷിക്കുകയാണ്. ലൂക്കോസിൻ്റെ പുസ്തകം 23 അധ്യായം, ലൂക്കോസിൻ്റെ പുസ്തകം 23 അധ്യായം അത് 35 മുതൽ വായിക്കുമ്പോൾ, ലൂക്കോസിൻ്റെ പുസ്തകം 23 അധ്യായം അത് 35 മുതൽ വായിക്കുമ്പോൾ, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ, ദൈവം തിരഞ്ഞെടുത്ത ക്രിസ്തു എങ്കിൽ തന്നെത്താൻ രക്ഷിക്കട്ടെ എന്ന് പ്രധാനികളും പരിഹസിച്ചു പറഞ്ഞു. ഇവിടെയും വീണ്ടും എങ്കിൽ എന്നുള്ളതായ ഭാഗം എടുത്തു പറയേണ്ടതായിട്ടിരിക്കുന്നു. വീണ്ടും പറയുന്നു, പടയാളികളും അവനെ പരിഹസിച്ചു. അടുത്തു വന്ന് അവനെ പുളിച്ച വീഞ്ഞ് കാണിച്ചു. നീ യഹൂദന്മാരുടെ രാജാവ് എങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞു. അവരപ്രകാരം പറഞ്ഞ് അവനെ പരിഹസിക്കുവാൻ തുടങ്ങി, കളിയാക്കുവാൻ തുടങ്ങി. ഇഫ് യു ആർ ദ സൺ ഓഫ് ഗാഡ്, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗാഡ്, നീ ഇപ്രകാരം മനുഷ്യന്റെ പുത്രനെങ്കിൽ, ദൈവപുത്രനെങ്കിൽ, നീ യഹൂദന്മാരുടെ രാജാവെങ്കിൽ, നീ ക്രിസ്തുവെങ്കിൽ, നീ ഇത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ അതിശക്തമായിട്ട് അവരേവരും പരീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര ശക്തമായ ഒരു പരീക്ഷയിലൂടെ കർത്താവായ യേശു കടന്നു പോവുകയാണ്. ഇവിടെ വീണ്ടും 39 വാക്യം നാം പരിശോധിക്കുമ്പോൾ, അതേ അധ്യായം 39 അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ കാണുകയാണ്, ആ 2 കള്ളന്മാരും കൂടെ ബാക്കി എല്ലാവരും, മഹാപുരോഹിതന്മാര്, മറ്റുള്ളതായ എല്ലാ പ്രധാനിമാര്, എല്ലാവിധമായ മനുഷ്യരൊക്കെയും കർത്താവായ യേശുവിനെ കഴിയുന്നിടത്തോളം പരിഹസിക്കുകയാണ്, കഴിയുന്നിടത്തോളം അവനെ കളിയാക്കുകയാണ്. അവനെ കളിയാക്കി പരിഹസിച്ച് അവർ മടുത്തതിനു ശേഷം അവസര നിലയ്ക്ക് ഈ 2 കള്ളന്മാർക്കും, യേശുവിൻ്റെ ഇടത്ത് വരുന്നതായ 2 കള്ളന്മാർക്കും അവസരം ലഭിക്കുകയാണ്. ഇവിടെ വചനം പറയുന്നു, 23 അധ്യായം ലൂക്കോസിൻ്റെ പുസ്തകം 39 വാക്യം,
തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെ രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു. ഇവിടെ ഒരു കള്ളൻ പറയുകയാണ്, നീ ക്രിസ്തു അല്ലയോ, ഞാൻ കേട്ടിട്ടുണ്ട് നീ ക്രിസ്തു അല്ലയോ, അങ്ങനെയാകുന്നുവെങ്കിൽ നീ നിന്നെ തന്നെയും അതോടൊപ്പം ഞങ്ങളെയും കൂടി രക്ഷിക്കുക എന്ന് ഇവിടെ പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുക, കർത്താവായ യേശുവിന് ഒരേ സമയം അവനെ തന്നെയും അതോടൊപ്പം നമ്മയും രക്ഷിക്കുവാൻ സാധിക്കുമായിരുന്നു. അവർ പറയുകയാണ്, നീ ക്രിസ്തുവെങ്കിൽ നീ ഇറങ്ങി വാ, നീ ക്രിസ്തുവെങ്കിൽ നീ അത് ചെയ്യുക. അവനത് ചെയ്യുവാൻ സാധിക്കുമായിരുന്നില്ലയോ? കർത്താവായ യേശുവിന് ഒരു വാക്ക് മാത്രം ഉച്ചരിച്ചാൽ മതിയാകുമായിരുന്നു, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതിയാകുമായിരുന്നു. അവിടെയുള്ളതായ സകല മനുഷ്യരും, എല്ലാ പ്രധാനികളും, എല്ലാ മഹാപുരുഷന്മാരും, സകലരും ഭസ്മമായി പോകുവാനായിട്ട് യേശുവിന് ഒന്ന് കൽപ്പിച്ചാൽ മാത്രം മതിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് കർത്താവായ യേശുവിനെ അത് ചെയ്യുവാനായിട്ട് അവർ പ്രേരിപ്പിച്ചിട്ടും, എന്തുകൊണ്ട് കർത്താവായ യേശുവിനെ അത് ചെയ്യുവാനായിട്ട് അവരേവരും പ്രേരിപ്പിച്ചിട്ടും എന്തുകൊണ്ട് കർത്താവായ ദൈവം അത് ചെയ്യുവാൻ തക്കവണ്ണം തയ്യാറാകുന്നില്ല? കാരണം പിശാചിനെ അനുസരിക്കുവാനായിട്ടല്ല ദൈവം ഈ ഭൂമിയിൽ ഇറങ്ങി വന്നത്, പിശാചിനെ അനുസരിക്കുവാനായിട്ടല്ല കർത്താവായ യേശു ഭൂമിയിലേക്ക് കടന്നു വന്നത്. മറിച്ച് ദൈവത്തെ അനുസരിക്കുവാൻ, പിതാവിനെ അനുസരിക്കുവാൻ, അവൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ടാണ് കർത്താവായ യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അതേസമയം അവർ പറഞ്ഞതുപോലെ കർത്താവായ യേശുവിന് ഇറങ്ങി വന്ന് ഈ പ്രയാസങ്ങളൊക്കെയും വേണ്ട, ഞാൻ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ നാഥനാണ്, ഞാൻ സ്വർഗത്തിൻ്റെ സഹസ്രാധിപനാണ്, ഞാൻ ലോകാധി രാജാവാണ്, സർവാധി സൈന്യാധിപനാണ് എന്ന് പറഞ്ഞൊരു കർത്താവായ യേശുവിന് ഇറങ്ങി വന്ന് തിരിച്ച് കയറി മടങ്ങിപ്പോകാമായിരുന്നു. കാരണം ആ തുപ്പും അടിയും ഇടിയും പരിഹാസവും എല്ലാം ഏൽക്കുവാനായിട്ട് കർത്താവിന് ഒരുവിധമായ ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മെ കരുതി, എന്നെയും നിങ്ങളെയും മനസ്സിൽ ഓർത്തുകൊണ്ട് കർത്താവായ യേശു അതൊക്കെയും സഹിക്കുവാൻ തക്കവണ്ണം സ്വയം മനസ്സിൽ ഉറച്ച് തീരുമാനമെടുത്തുകൊണ്ട് അവിടെ നിൽക്കുന്നത് നമ്മൾ കാണുവാൻ സാധിക്കുന്നു. ആ ക്രൂശിൽ കിടന്ന് തൂങ്ങുകയാണ്. അവൻ ഒരേ സമയത്ത്, അവന് ആ കള്ളൻ പറഞ്ഞതുപോലെ ഒരേ സമയത്ത് കർത്താവായ യേശുവിനെയും അതോടൊപ്പം നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം സാധിക്കുമായിരുന്നില്ല. കർത്താവായ യേശുവിന് അവനെ തന്നെ സ്വയം സമർപ്പിച്ചു കൊടുത്തുവെങ്കിൽ മാത്രമേ, ക്രൂശിൽ അവൻ ഒരു യാഗമായി തീർന്നു എങ്കിൽ മാത്രമേ നമ്മെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. ആ പ്രകാരം ക്രൂശിനെ വിട്ട് കർത്താവായ യേശു ഇറങ്ങിപ്പോകുവാൻ തക്കവണ്ണം സ്വയം തയ്യാറായിരുന്നുവെങ്കിൽ നമ്മെ ആരെയും രക്ഷിക്കുവാനായിട്ട് കർത്താവായ യേശുവിന് ഒരിക്കലും സാധ്യമാകുമായിരുന്നില്ല. എന്നാൽ കർത്താവായ ദൈവം ഈ പ്രയാസങ്ങളും കഷ്ടങ്ങളും ഒക്കെയും സഹിച്ചത് നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമ്മെ ഓരോരുത്തരും രക്ഷിക്കപ്പെടുത്തുവാനായിട്ട്, നമുക്ക് എല്ലാവർക്കും സ്വർഗം ദാനമായി നൽകുവാനായിട്ട്, നമ്മുടെ പാപങ്ങളെ വഹിച്ച്, നമ്മുടെ പ്രയാസങ്ങളെ വഹിച്ച്, നാം ഏൽക്കേണ്ടിരുന്ന പരിഹാസവും ആ സകല വേദനയും നമുക്ക് വേണ്ടി സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ട് കർത്താവായ യേശു ക്രൂശിൽ കിടന്ന് കരയുകയാണ്. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയായകയാൽ, പിതാവേ ഇവരോട് പൊറുക്കണമേ എന്ന് ആ സ്നേഹവാനായ കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള ഒരേ സമയം കർത്താവായ യേശുവിനെ തന്നെയും അതോടൊപ്പം നമ്മെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. കാരണം ക്രിസ്തു ക്രൂശിൽ മരിച്ചെങ്കിൽ മാത്രമേ നമുക്കെല്ലാവർക്കും രക്ഷ സാധ്യമാകുമായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് വേണ്ടിയ കഷ്ടങ്ങളും പ്രയാസങ്ങളും ക്രൂശിൽ സഹിക്കുവാനായിട്ട് എത്രത്തോളം ഒരു മനുഷ്യന് വിവരിക്കുവാൻ സാധിക്കാത്ത അത്രത്തോളം അതികഠിനമായ ശോധനയിലൂടെ കർത്താവായ യേശു നടന്നു പോവുകയായിരുന്നു. അതൊക്കെയും സഹിച്ച് വിജയശ്രീ ലാളിതനായി കർത്താവായ യേശു നമുക്ക് വേണ്ടി മാത്രമായിട്ട് അതൊക്കെയും സഹിച്ച് മുൻപോട്ട് പോകുന്നത് നാം ഈ കഥയിലൂടെ കാണുകയാണ്. വീണ്ടും മത്തായിയുടെ പുസ്തകം 27-ാം അധ്യായം 45 മുതൽ 46 വരെ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ വേദപുസ്തകം പറയുകയാണ്, ഒരു മനുഷ്യനും ഇത്രത്തോളം നിരാശയോടുകൂടി, ഇത്രത്തോളം ഹൃദയവേദനയോടുകൂടി ഒരിക്കലും ദൈവത്തെ വിളിച്ചിട്ടില്ല. അത്രത്തോളം ഹൃദയവേദനയോടുകൂടി, ഞരക്കത്തോടുകൂടി, പ്രയാസത്തോടുകൂടി കർത്താവായ യേശു ക്രിസ്തു പിതാവിനെ വിളിച്ച് കരയുകയാണ്. വേദപുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും അധികം മർമ്മം ഒളിഞ്ഞിരിക്കുന്നതായ ഒരു വാക്യം, ഏറ്റവും അധികം മർമ്മം ഒളിഞ്ഞിരിക്കുന്ന ഒരു വാക്യം. ഇതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് മനുഷ്യരൊക്കെയും സ്വർഗത്തോളം കാത്തിരിക്കേണ്ടി വരും. എന്തുകൊണ്ട് കർത്താവായ യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് അപ്രകാരം നിലവിളിച്ചു? ഇവിടെ ആ വാക്യം പറയുന്നു 45 മുതൽ 46 വരെ. മത്തായിയുടെ പുസ്തകം 27-ാം അധ്യായം 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9-ാം മണി നേരത്ത് യേശു ഏലി ഏലി ലമാ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു.
എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന അർത്ഥത്തോടു കൂടി കർത്താവായ യേശു നിലവിളിക്കുകയാണ്. ഏലി ഏലി ലമാ ശബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, മൈ ഗാഡ്, മൈ ഗാഡ്, വൈ ഹാവ് യു ഫോർസേക്കൻ മീ. ഞാൻ അങ്ങയിൽ ആശ്രയിച്ചവനാണ്. അങ്ങയിൽ മാത്രമാണ് എൻ്റെ രക്ഷ, അങ്ങയിൽ മാത്രമാണ് എൻ്റെ ബലം, അങ്ങയിൽ മാത്രമാണ് എൻ്റെ സകലവിധമായ ബലവും ഇരിക്കുന്നത്. കർത്താവേ പിതാവേ, എന്നെ എന്തുകൊണ്ട് അങ്ങ് കൈവിട്ടു, എന്നെ എന്തുകൊണ്ട് കർത്താവേ പിതാവേ എന്നെ കൈവിട്ടുവെന്ന് പാടുന്ന അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന കർത്താവായ യേശുവിനെ നാം ക്രൂശിൽ ഈ 46-ാമത്തെ വാക്യത്തിൽ കാണുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. പാപത്തിൻ്റെ അതികഠിനമായ ഭാരം, പാപത്തിൻ്റെ അതിശക്തമായ ഭാരം, സകല ജനങ്ങളുടെയും അതിശക്തമായ പാപത്തിൻ്റെ ഭാരം, ആ ശമ്പളമാകുന്ന മരണം, നിത്യമായ മരണത്തിൻ്റെതായ ആ ഭാരം കർത്താവായ യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ ചുമക്കുകയായിരുന്നു. ആ ക്രൂശിൻ്റെതായ ചുമട്, ആ പാപത്തിൻ്റെതായ അതികഠിനമായ ആ ഭാരം നിമിത്തം പിതാവിനെ കാണുവാനോ, പിതാവിൻ്റെതായ ആ ദർശനത്തെ കാണുവാനോ അത് അനുഭവിക്കുവാൻ തക്കവണ്ണം ക്രൂശിൽ കർത്താവായ യേശുവിന് സാധിക്കുന്നില്ല. ആ ദേശം മുഴുവനും ഇരുട്ടായി തീരുന്നു. പിതാവ് വെളിച്ചമാണ് എങ്കിലും ആ സമയത്ത്, പകൽ സമയത്ത് തന്നെ അവിടെ മുഴുവൻ ഇരുട്ടായതിലൂടെ കർത്താവായ യേശുവിന് മുൻപോട്ടൊന്നും കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല. ഇനി എന്ത് സംഭവിക്കും എന്ന് അറിയുവാൻ തക്കവണ്ണം കർത്താവായ യേശുവിന് സാധിക്കുന്നില്ല. എന്നെ എല്ലാവരും കൈവിട്ടുവോ, ഞാൻ ഒറ്റപ്പെട്ടു പോയോ, എൻ്റെ പിതാവ് പോലും എന്നെ ഉപേക്ഷിച്ചുവോ എന്ന് തോന്നുമാറ് കർത്താവായ യേശു നിലവിളിക്കുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്, എനിക്ക് മറ്റാരുമില്ല, ഞാൻ നിന്നിൽ മാത്രമാണ് ആശ്രയിക്കുന്നത്, നീ എന്നെ കൈവിട്ടുവോ എന്ന് ആ കർത്താവായ ദൈവം വളരെ ഹൃദയവേദനയോടുകൂടി കരഞ്ഞു നിലവിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ നിമിഷത്ത് കർത്താവായ യേശു നമുക്കായി ഒരു തീരുമാനമെടുക്കുകയാണ്. കർത്താവായ യേശുവിന് മുൻപോട്ട് ഒന്നും കാണുവാൻ സാധിക്കുന്നില്ല, പിതാവിനെ കാണുവാൻ സാധിക്കുന്നില്ല. ഉയർപ്പ് എന്നതായ കാര്യങ്ങളൊക്കെയും കർത്താവായ യേശുവിന് നേരായ വണ്ണം കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല. കർത്താവ് നിരാശയോടുകൂടി പിതാവിനെ വിളിക്കുകയാണ്, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. ആ സമയത്ത് ഹൃദയത്തിൽ കർത്താവായ ദൈവം ഒരു തീരുമാനമെടുക്കുകയാണ്. ഞാൻ സ്വയം നഷ്ടപ്പെട്ടു പോയാലും എനിക്ക് സാരമില്ല, ഞാൻ സ്വയം നഷ്ടപ്പെട്ടു പോയാലും എനിക്ക് സാരമില്ല, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ മക്കൾ ഇരിക്കുമല്ലോ, എനിക്കത് മതി എന്ന് കർത്താവായ യേശു ക്രിസ്തു ചിന്തിച്ചുകൊണ്ട് ഈ ലോകത്ത് ആ വിളിയും വിളിച്ചുകൊണ്ട് തന്നെ സമർപ്പിച്ചു കൊടുത്ത പിതാവിലേക്ക് അവൻ മരിച്ചു വീഴുകയാണ്. വീണ്ടും 49-ാമത്തെ വാക്യം പറയുന്നു, യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു. 50-ാമത്തെ വാക്യം, യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു, തൻ്റെ പ്രാണനെ വിട്ടു. കർത്താവായ യേശു നിലവിളിച്ചുകൊണ്ട് തൻ്റെ പ്രാണനെ വിടുകയാണ്. നമുക്ക് വേണ്ടി, എനിക്കും നിങ്ങൾക്കും വേണ്ടി ആ കഷ്ടങ്ങളെ കർത്താവായ യേശു എന്തിന് സഹിച്ചു? ഞാനും നിങ്ങളും ആ സ്വർഗീയമായ രാജ്യം അവകാശമാക്കുവാൻ, ഞാനും നിങ്ങളും ആ സ്വർഗീയമായതിനെ അനുഭവിക്കുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി സകല കഷ്ടങ്ങളെയും കർത്താവായ യേശു സഹിക്കുകയായിരുന്നു. ഒരു പക്ഷേ കർത്താവായ യേശു അത് സഹിപ്പാൻ തക്കവണ്ണം ഒരുങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിൽ, അത് തയ്യാറായിരുന്നില്ല എങ്കിൽ എനിക്കും നിങ്ങൾക്കും സ്വർഗരാജ്യം അവകാശമാക്കുവാൻ തക്കവണ്ണം സാധിക്കുമായിരുന്നില്ല. നിങ്ങൾ കഷ്ടപ്പെടുവാൻ, നിങ്ങൾ പ്രയാസങ്ങളെ അനുഭവിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ഇടയാകുന്നുവെങ്കിൽ, നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാകുന്നുവെങ്കിൽ, there will be a glory for you. അതിനുശേഷം ഒരു വലിയൊരു മഹത്വത്തിൻ്റെതായ അനുഭവം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകുവാൻ തക്കവണ്ണയായി തീരും. ക്രൂശ് ഇല്ലെങ്കിൽ അവിടെ മഹത്വം ഉണ്ടാകുന്നില്ല. ക്രൂശ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് മഹത്വം തീർച്ചയായും ഉണ്ടാകും. ഞാനും നിങ്ങളും കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് എങ്കിൽ നാം ക്രിസ്തുവിനെ നോക്കുക, ക്രൂശിതനായ കർത്താവായ യേശുവിനെ നാം നോക്കുക. എല്ലാ പ്രയാസങ്ങളും അന്ത്യത്തോളം അനുസരണത്തോടു കൂടി, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീരുന്ന കർത്താവായ യേശു, അവൻ്റെ നാമം ഏറ്റവും അധികം പിതാവ് ഉയർത്തുകയാണ്. കാരണം അനുസരണത്തോടു കൂടി, തളർന്നു പോകാതെ, ഉറപ്പോടുകൂടി എല്ലാം സഹിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവായ യേശു സ്വയം തീരുമാനിച്ചതുകൊണ്ട്, സ്വയം ഹൃദയത്തിൽ തയ്യാറായതുകൊണ്ട് അവനെ ദൈവം എല്ലാ നാമത്തിലും മേലായ നാമം നൽകി അവനെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് ഫിലിപ്പിയ ലേഖനം നമ്മോട് പറയുകയാണ്. കർത്താവായ യേശുവിന് ഏറ്റവും വലിയ നാമം, ഏറ്റവും മേലായ നാമം ഏത് വ്യക്തിയും കേട്ടാലും അവയെല്ലാം മുഴങ്കാലും മടങ്ങുന്ന അതിശക്തമായ ഒരു നാമം, യേശു എന്ന നാമം പിതാവ് തൻ്റെ കർത്താവായ യേശുവിന് കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ഇപ്രകാരം ഒരുപക്ഷെ ദൈവം നമ്മെ ഇതിനായി വിളിക്കുമ്പോൾ നാം അതിലൂടെ കടന്നു പോകുവാനായിട്ട് സ്വയം തയ്യാറായി, സ്വയം തീരുമാനമെടുത്ത് നാം അതിലൂടെ പോകുവാനായിട്ട് നാം സ്വയം നമ്മെ സമർപ്പിച്ചു കൊടുത്താൽ ഒരു വലിയൊരു മഹത്വം, ഒരു വലിയൊരു പ്രത്യാശ, ഒരു വലിയൊരു നിറവിൻ്റെ അനുഭവം നമുക്ക് ഏവർക്കും അനുഭവിക്കുവാൻ, മനസ്സിലാക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കും. കർത്താവായ യേശു അതാണ്
നമ്മെ പഠിപ്പിക്കുന്നത്. കഠിനമായ ശോധനയിലൂടെ, അതികഠിനമായ പരീക്ഷയിലൂടെ കർത്താവായ യേശു നടന്നു പോയെങ്കിലും അവിടെ ഒന്നും പതറിപ്പോകാതെ, അവിടെ ഒന്നും വീണു പോകാതെ ധൈര്യത്തോടുകൂടി മുൻപോട്ട് പോകുവാൻ, ധൈര്യത്തോടുകൂടി ദൈവത്തിന് വേണ്ടി, പിതാവിന് വേണ്ടി തൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷിക്കുവാനായിട്ട് കർത്താവായ യേശു സ്വയം തീരുമാനമെടുത്ത് മുൻപോട്ട് പോയി. അതുകൊണ്ട് മാത്രം പിതാവ് അവനെ ഉയർത്തി. അതുകൊണ്ട് മാത്രം പിതാവ് കർത്താവായ യേശുവിനെ ഉയർത്തുവാനും എല്ലാ നാമത്തിലും മേലായ ഒരു നാമം നൽകി അവനെ മാനിക്കുവാൻ തക്കവണ്ണയായി തീർന്നു. പ്രിയമുള്ളവരെ, ഒരു ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് കർത്താവായ യേശുവിനെ പിതാവ് എടുക്കുകയാണ്. ഞാനും നിങ്ങളും ഈ കഷ്ടങ്ങളിലൂടെ നമ്മൾ ഇന്ന് കടന്നു പോകുന്നവരാണ് എങ്കിൽ, പ്രയാസങ്ങളിലൂടെ നാം നടന്നു പോകുന്നവരാണ് എങ്കിൽ, നാം വിശ്വസിക്കുക ദൈവത്തിൽ പൂർണ്ണമായും പിതാവ് എന്നെ നടത്തും, എൻ്റെ ദൈവം എന്നെ കൈവിടുകയില്ല, ഞാനോ ലോകാവസാനത്തോടെ നിങ്ങളോട് കൂടി ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവായ യേശുവിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ വൻ കാര്യങ്ങളെ കാണുവാൻ, അതിശയങ്ങൾ നമുക്ക് അനുഭവിക്കുവാൻ തക്കണം നമുക്ക് ഏവർക്കും സാധിക്കും. കാരണം കർത്താവായ യേശു നമ്മെ അതാണ് പഠിപ്പിക്കുന്നത്. ലോകത്ത് ഒരു മനുഷ്യനും സഹിച്ചിട്ടില്ലാത്ത അനവധിയായ കഷ്ടങ്ങളും പ്രയാസങ്ങളും കർത്താവായ യേശു സഹിച്ചുവെങ്കിൽ നമുക്കും കർത്താവായ യേശുവിൽ നാം നമ്മെ തന്നെ പരിപൂർണമായും സമർപ്പിച്ചാൽ നമുക്കും ഈ ലോകത്ത് എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്ത് ഒരു വലിയ വിജയത്തിന് ഉടമയായി തീരുവാൻ, ഒരു വലിയൊരു വിജയശ്രീയിലാണ് തന്നെ നിൽക്കുവാൻ തക്കണം നമുക്ക് ഏവർക്കും സാധിക്കും. ആ വിജയം നമുക്ക് ലഭിക്കണമെന്ന്, ആ വിജയം നാം നേടണമെന്ന് കർത്താവായ ദൈവം നമ്മിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. നാം കഷ്ടത്തിലൂടെ നടന്നു പോകുമ്പോൾ ലോകരൊക്കെയും കർത്താവായ യേശുവിനെ പരീക്ഷിച്ചതുപോലെ നമ്മയും പരീക്ഷിക്കും. നീ ദൈവവിശ്വാസിയെങ്കിൽ, നീ ശരിയായൊരു വിശ്വാസിയെങ്കിൽ, ആ എങ്കിൽ എന്ന പദം നിങ്ങൾ പലപ്പോഴും കേൾക്കുവാനായിട്ട് ഇടവരും. പ്രിയപ്പെട്ട വിശ്വാസികളെ, ആ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ പതറരുത്, നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങൾ മുൻപോട്ട് തന്നെ ശക്തിയായി നിങ്ങൾ നടന്നു പോകുമ്പോൾ ദൈവം നിങ്ങളെ നടത്തുവാൻ തക്കവണ്ണയായി തീരും. ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരിക്കലും പതറിപ്പോകാതെ, അധൈര്യപ്പെട്ടു പോകാതെ നിങ്ങൾ ധൈര്യത്തോടെ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ, ഒരുപക്ഷെ മറ്റെല്ലാവരും നിങ്ങൾ തള്ളിക്കളഞ്ഞേക്കാം, എല്ലാവരും നിങ്ങൾ ഉപേക്ഷിച്ചേക്കാം, എങ്കിൽ നിങ്ങൾ ധൈര്യത്തോടു കൂടി മുൻപോട്ട് പോകുന്നുവെങ്കിൽ നിങ്ങൾക്ക് വൻ കാര്യങ്ങളെ കാണുവാൻ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ദർശിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് പിതാവായ ദൈവം കർത്താവായ യേശുവിലൂടെ പരിശുദ്ധാത്മാവ് മുഖാന്തരമായിട്ട് നിങ്ങളേവരെയും അനുവദിക്കുന്നതിൽ സംശയം ഒന്നും തന്നെ ഇല്ല. കർത്താവായ യേശുവിന് അത് സാധിച്ചു, നമുക്കും അത് സാധിക്കണം. കാരണം നമ്മിൽ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ, നമ്മിൽ ആ വേല പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം കർത്താവായ ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ശരിയായ മാതൃക നമുക്കുള്ളത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. നാം കഷ്ടത്തിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നാം ഒരിക്കലും നിരാശരാകാതെ, നാം മാറി നിൽക്കാതെ, എൻ്റെ ദൈവം എന്നെ ഒറ്റപ്പെടുത്തി, അവരൊക്കെയും അത് പറയുന്നു, ഇവരൊക്കെയും അത് പറയുന്നു, അവരപ്രകാരം പറയുന്നു, ഞാൻ ഒറ്റപ്പെട്ടവനായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാതെ ആ സമയത്ത് ദൈവത്തിൽ ആശ്രയിപ്പാൻ, ദൈവത്തിന് വേണ്ടി നന്മ ചെയ്യുവാൻ, ആ സമയത്ത് ഉറപ്പുള്ളവരായി തീരുമാനത്തോട് മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നാം ആ വലിയ ഇരുട്ടിൻ്റെ അപ്പുറത്ത് ഒരു വെളിച്ചത്തെ ദർശിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും. പ്രിയമുള്ളവരെ, ഒരു നന്മ, ഒരു വലിയൊരു ഗ്ലോറിഫൈയിങ് എക്സ്പീരിയൻസ് ഇൻ ജീസസ്, ദൈവത്തിൽ കർത്താവായ യേശുവിൽ ഏറ്റവും മഹത്വമേറിയ ഒരു അനുഭവത്തിലേക്ക് എന്നെയും നിങ്ങളെയും കർത്താവായ ദൈവം വിളിച്ചിരിക്കുകയാണ്. നാം നടന്നു പോകുമ്പോൾ, ഈ പ്രകാരം പ്രയാസങ്ങളോട് നാം നടന്നു പോകുമ്പോൾ നാം ധൈര്യത്തോടു കൂടി ആ സമയത്ത് നിൽക്കുവാൻ തക്കവണ്ണം നാം തയ്യാറാകുന്നുവെങ്കിൽ നമുക്ക് ലോകത്തിൽ വെച്ച് ഏറ്റവും അനേതിയായ, ഏറ്റവും മഹത്വകരമായ ഒരു അനുഭവം ദർശിക്കുവാൻ, അതിലൂടെ കടന്നു പോകുവാൻ നമുക്ക് ഏവർക്കും തീർച്ചയായും സാധിക്കും. നിങ്ങളതിന് തയ്യാറുണ്ടോ? സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, കർത്താവായ യേശു കഷ്ടതയിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നുപോയെങ്കിലും അവിടെ ഒന്നും തളർന്നു പോകാതെ നിരാശനാകെ നിന്നതുകൊണ്ട് ആ വലിയ മഹത്വമേറിയ ഉയർപ്പിൻ്റെ അനുഭവം കാണുവാൻ, ദർശിക്കുവാൻ കർത്താവിന് സാധിച്ചതുപോലെ കർത്താവെ, അടിയങ്ങളും ആ വലിയ അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ എൻ്റെ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.